ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ ചക്കക്കുരും അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇലയും കൂടെ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക. നിങ്ങളതിന് ഫാനായിട്ട് മാറും കേട്ടോ. അത്ര അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ഇതെല്ലാം. മുരിങ്ങയില ഒരുപാട് പൊക്കത്തിലായിരുന്നു. അത് അമ്മ കമ്പൊക്കെ വെച്ച് താഴ്ത്തിയിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാനിവിടെ ഇത് അച്ഛൻ്റെ കൃഷിയാണ്. കുറേ ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലും കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മൾ പറിച്ചിട്ട് പോയതാണ്. ഒരുപാട് ചീര ഉണ്ടായിരുന്നു. പല ടൈപ്പ് ചീര ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അതിനുശേഷം നമ്മൾ മുരിങ്ങയിലൊക്കെ പറിച്ചെടുത്തത് ചെറുതാക്കി ഇതുപോലെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കമ്പൊക്കെ പോക്കണം. ചെറിയ തണ്ടൊന്നും പാടില്ല. തണ്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്ക് ഒരു കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇലയായിട്ട് ഇങ്ങനെ നുള്ളി എടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു ഇവിടെ നന്നാക്കുന്നുണ്ടായിരുന്നു. നമുക്ക് 2 ദിവസം മുന്നേ ചക്ക പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ചക്കക്കുരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കുക്കറിലാണ് ചക്കക്കുരു വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് തവണ നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നു. ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വന്നാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വിസിലായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിവിടെ ചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത്. അടുപ്പത്തെ ചട്ടിയിലാണ് വെക്കുന്നത്, ചക്കക്കുരു വേവിച്ചിട്ടും. അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇല ഇതിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു കൊഴുപ്പുണ്ടാവും, കറിക്ക് നല്ല കട്ടി ഉണ്ടാവും. അങ്ങനെ ഈ മുരിങ്ങയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരും കൂടെ നന്നായിട്ട് ഇതുപോലെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് വെക്കുന്നതിന് ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങാവെള്ളം അമ്മ എനിക്ക് തരികയാണ് കേട്ടോ. അതിനുശേഷം ഒരു മുറി തേങ്ങ മാത്രമേ നമ്മളിതിലെടുത്തിട്ടുള്ളൂ. അങ്ങനെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. എക്സ്ട്രാ ജീരകമോ ഉള്ളിയോ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ ഇതിലോട്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിലോട്ട് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പിലാണ്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കറി പെട്ടെന്ന് ആവുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ കറി ഇലയ്ക്ക് തിരെ വേവില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് വറവിടണം കേട്ടോ. നമ്മൾ ഉള്ളിയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ കടുകിലാണ് വറവിടുന്നത്. 1 ടേബിൾ സ്പൂൺ കടുകിട്ടു. അതിലോട്ട് ഒരു 4-5 കൊച്ചുള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിട്ട് കടുക് വര ചെയ്തതിന് ശേഷം നല്ല ബ്രൗൺ കളറായിട്ട് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി കറിയാണ് കേട്ടോ.